നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇന്ത്യൻ പട്ടാളം സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ച ദിവസം. കാർഗിലിൽ ഇന്ത്യൻ ധീരത വിജയത്തിന്റെ ത്രിവർണ്ണ പതാക പാറിച്ച ദിവസം. അതെ, കാർഗിൽ വിജയത്തിന് ഇന്ന് 25 വയസ്സ് തികയുകയാണ്. 1999 മെയ് മാസത്തിലാണ് ഭീകരരുടെ സഹായത്തോടെ പാകിസ്ഥാൻ പട്ടാളം കാശ്മീരിലെ കാർഗിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അധീന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നത്. അതിശൈത്യം കാരണം പലയിടത്തും ഇന്ത്യ പട്ടാളക്കാരെ പിൻവലിച്ച സമയം. തക്കം നോക്കി ടൈഗർ ഹില്ലും ചില ഇന്ത്യൻ പോസ്റ്റുകളും പിടിച്ചെടുത്ത പാകിസ്ഥാൻ പട്ടാളത്തിന് ഉയരത്തിൽ നിന്നുള്ള യുദ്ധതന്ത്രങ്ങൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന് തിരിച്ചടി നേരിട്ടെങ്കിലും സ്വന്തം രാജ്യത്തെയും അവിടുത്തെ ജീവനെയും കാക്കാൻ ഇന്ത്യൻ വ്യോമസേന കൂടി ഇറങ്ങിയതോടെ പാകിസ്ഥാന് അടിപതറി. 3 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം അവസാനത്തെ നുഴഞ്ഞുകയറ്റക്കാരനെയും പാകിസ്ഥാൻ പട്ടാളക്കാരനെയും തുരത്തി ഇന്ത്യൻ സൈന്യം തല ഉയർത്തി നിന്നു. ഇതോടെ ഇന്ത്യ പാക് പോരാട്ടത്തിലെ സുവർണേടായി കാർഗിൽ വിജയം മാറുകയായിരുന്നു. ഈ സംഘട്ടനത്തിലൂടെ ലോകത്തിനു മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനും ഇന്ത്യക്കായി. 527 പട്ടാളക്കാരാണ് അന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി കാർഗിലിൽ വീരമൃത്യു വരിച്ചത്. ഇവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാർഗിൽ എന്നും ഇന്ത്യയുടെ യശസ് ഉയർത്തി തന്നെ നിൽക്കും.